ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പോട്ട് പെയിൻറ്റിംഗ് ആണ്. ക്ലേ കൊണ്ടുണ്ടാക്കിയ പോട്ടുകളിൽ, ചെടിച്ചട്ടികളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. വരയ്ക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. പെയിൻ്റ് അടിക്കാനുള്ള ചട്ടി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പോട്ട് ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചട്ടിയാണ്. അപ്പോൾ ഉപയോഗിക്കാത്ത ചട്ടിയൊക്കെ നമുക്ക് ഇതുപോലെ മനോഹരമാക്കി എടുക്കാം. ചെടിച്ചട്ടിയും ഇതുപോലെ ചെയ്യാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുക. ഒട്ടും വെള്ളം കാണാൻ പാടില്ല. ഇനി നമുക്ക് വേണ്ടത് പെയിൻറ്റ് ബ്രഷാണ്. പിന്നെ അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ വെള്ള കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് 2 കളറാണ് വേണ്ടത്. ആദ്യം ഞാൻ വെളുത്ത പെയിൻറ്റ് ചെയ്തു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുക കേട്ടോ. ഇതുപോലെ ചുറ്റും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ചട്ടിയുടെ അകത്തോട്ട് കൈ ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതുപോലെ നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ താഴ്ഭാഗം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുകളിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം 20 മിനിറ്റ് ഒക്കെ എടുക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ മോൾ ഭാഗത്ത് കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പുറമേ കാണുന്ന ഭാഗത്ത് മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. ഇതും ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് സെല്ലോ ടേപ്പും കത്രികയാണ്. സെല്ലോ ടേപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെട്ടിയെടുക്കും. ഞാനിപ്പോൾ ചെറിയ ചെറിയ ട്രയാങ്കിളിൻ്റെ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഓരോന്നും അവിടെ അവിടെയായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. താഴെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ പെയിൻറ്റ് ചെയ്തു കൊടുക്കണം. നേരത്തെ പോലെ തന്നെയാണ്. ഇതിൻ്റെ പുറമെ ഞാൻ റെഡ് കളർ പെയിൻറ്റ് ചെയ്തു കൊടുക്കുകയാണ്. മോൾ ഭാഗത്തും ചെയ്യുക. ആ സെല്ലോ ടേപ്പിൻ്റെ മുകളിൽ കൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിന് ശേഷം മോൾ ഭാഗത്ത് കൂടി റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും ഒന്ന് ഉണങ്ങി വരട്ടെ. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ചില്ലേ സെല്ലോ ടേപ്പ്, അതിങ്ങനെ പതിയെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് പിടിച്ച് വലിക്കരുത്. താഴത്തെ പെയിൻറ്റ് അധികം പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ സെല്ലോ ടേപ്പ് ഇളക്കിയെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ഇളക്കി പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെറുതായിട്ട് ബ്രഷ് വെച്ചിട്ട് ആ കളറൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളയാണെങ്കിൽ വെള്ള പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പോട്ട് പെയിൻറ്റിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടി നടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.